എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നടു റോഡിൽ നിയമം കയ്യിലെടുക്കും. നിങ്ങൾ എന്തരീ കാണിക്കണേ? തിരുവനന്തപുരത്ത് വാഹന പരിശോധനയ്ക്കിടെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ. ചോദിക്കാനും പറയാൻ ആരുമില്ലെന്ന് കരുതി ബൈക്ക് കൈ കാണിച്ചെടുത്ത് നിർത്തിയില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഇന്ന് രാവിലെ 10 മണിയോടെ കോഴിക്കോട് ബിവറേജിന് സമീപത്താണ് സംഭവം. എന്താ സംഭവം? പറ കേക്കട്ടെ. വെഞ്ഞാറമൂട് മുസ്ലിം അസോസിയേഷൻ കോളേജിലെ 3ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് 19-കാരനായ പള്ളിപ്പുറം പായിച്ചിറ സ്വദേശി അഭയകൃഷ്ണൻ. കോളേജിലേക്ക് പോയപ്പോൾ ഹെൽമറ്റ് കൈവശമുണ്ടായിരുന്നെങ്കിലും അഭയകൃഷ്ണ തലയിൽ വെച്ചിരുന്നില്ല. വാഹന പരിശോധന നടത്തിയിരുന്ന ഉദ്യോഗസ്ഥൻ കൈ കാണിച്ചു. കുറച്ചു ദൂരം മുന്നോട്ട് മാറ്റിയാണ് അഭയകൃഷ്ണൻ വണ്ടി നിർത്തിയത്. പിന്നാലെ ഓടിയെത്തിയ ഉദ്യോഗസ്ഥൻ ചെവിയിലും മുഖത്തും അടിച്ചെന്നാണ് പരാതി. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തി. 11,000 രൂപ പിഴയടക്കണമെന്ന ഉദ്യോഗസ്ഥൻ അഭയകൃഷ്ണന്റെ അമ്മയെ വിളിച്ച് ആവശ്യപ്പെട്ടെന്നും ആരോപണമുണ്ട്. പിന്നെ 6,500 രൂപയാക്കി. സന്തോഷായി. പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ വിട്ടയച്ചു. വണ്ടി ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി. നാളെ രേഖാമൂലം പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പടച്ചോനോർത്ത് എന്റെ മാനം കളയരുത്. എന്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഏത് ഉദ്യോഗസ്ഥനാണ് അബിയുടെ വാഹനം നിർത്തിയതെന്ന് പരിശോധിച്ച നടപടിയെടുക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.